ഇത് ഓമ പപ്പായ മരം ഇതിങ്ങനെ പൂത്ത് നിൽക്കുക. അത് കണ്ടോ? നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഇതിലുണ്ടാകുന്ന എല്ലാ പൂവിലും കായുണ്ടാകുമെന്ന്? ഒരിക്കലും ഇല്ല. ഇത് കണ്ടോ, ഇതൊക്കെ പെൺപൂവാണ്. കണ്ടോ, ഇതിനകത്ത് ഓമയ്ക്ക ഉണ്ട്. കണ്ടോ വെച്ചാൽ ഇതിനകത്ത് പപ്പായയുടെ കായുണ്ട്. ഇതേപോലെ ഉള്ളിൽ കായുള്ളതാണ് പപ്പായ ആയിട്ട് വരുന്നത്. എന്നാൽ ചില ഓമയുടെ പൂവ് വെച്ചാൽ ചില പപ്പായയുടെ പൂത ഇതുപോലെയായിരിക്കും. കണ്ടോ, ഇതിനകത്ത് ഇതില്ല, കായില്ല. ഇത് ആൺപൂവാണ്. അപ്പോൾ ഇതാണ് ഓമയുടെയും ഓമയ്ക്കായുടെയും ഒക്കെ വിശേഷങ്ങൾ. ഇതാ കണ്ടോ, ഇതൊക്കെ പെൺപൂവാണ്. ഇത് ഫ്രഷായിട്ട് വിരിഞ്ഞ് വരുന്നതാണ്. തേനീച്ചകളൊക്കെ വന്ന് തേൻ കുടിക്കാനൊക്കെ വരുന്നുണ്ട്. കണ്ടോ, പരുവായി. പിന്നെ പൂവൊക്കെ പൊഴിഞ്ഞു പോയി. ഇതായതുകൊണ്ട് പൂ പൊഴിഞ്ഞ് പോയി ഇതുപോലെയാകും. അങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രോസസ്സ്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ, സീ യു സൂൺ.